അർജുൻ നീ നോക്കുന്നുണ്ടല്ലോ. നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരു അടിപൊളി ഗെയിമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. തലയിൽ എല്ലാവർക്കും ഒരു മണി കെട്ടിയിട്ടുള്ള ടാസ്ക്. അതിൽ അനങ്ങിക്കഴിഞ്ഞാൽ മണി അടിക്കും, ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവർ പുറത്താവും. അപ്പോൾ തലയിൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് ബസർ അടിക്കും. ബസർ അടിക്കുന്ന സമയത്ത് അനങ്ങാതെ നിൽക്കണം. മണി ആ ബസർ പിന്നത്തെ ബസർ വരുന്നതിന് മുമ്പ് ശബ്ദം വന്നു കഴിഞ്ഞാൽ അവർ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അഭിഷേകും അവിടെ അർജുനും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി. സെക്കൻഡ് റൗണ്ടിൽ സിജോയും ഔട്ടായി. പിന്നെ ഓൾറെഡി ഗെയിമിൽ പങ്കെടുക്കാതെ നിൽക്കുന്നത് സായിയാണ്. സായിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ അവരിവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് അവിടെ സിജോയും അർജുനും അഭിഷേകും കൂടി കാണിച്ചു കൂട്ടുന്നത്. സായിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട് സായി കുറച്ചൊന്ന് അടങ്ങി ഒതുങ്ങിയാണ് സായി ചെയ്യുന്നത്. പക്ഷെ ബാക്കി 3 ഒരു രക്ഷയില്ലാത്ത പ്രൊവോക്കിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശ്രീതു വീണ്ടും ബെല്ലടിച്ച സമയത്ത് ഗാർഡൻ ഏരിയയിലായിരുന്നു അവിടെ ടാസ്ക് ചെയ്യുന്ന സമയത്ത്. ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് അർജുൻ നിന്നുകൊണ്ട് ശ്രീതുവിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഗുലാബ് ജാമൊക്കെ കഴിച്ചുകൊണ്ടും ഇതൊക്കെ കഴിച്ചിട്ട് അവളെ മുന്നിൽ നിന്ന് ഇങ്ങനെ വിരൽ ചപ്പി അവിടെ പ്രൊവോക്ക് ചെയ്ത് അതുപോലെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് അർജുൻ ശ്രീതുവിൻ്റെ അടുത്ത്. ആ സമയത്ത് രതീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ നോക്കിക്കോളുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത്. അപ്പൊ അർജുൻ ഞാൻ നോക്കിക്കോളാം പൊക്കോ എന്ന് പറഞ്ഞു. അല്ല നീ നോക്കുമല്ലോ ഉറപ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അത് തമാശയായിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ നോക്കലും ഇതൊക്കെ നമ്മുടെ രതീഷ് ചോദിച്ചത് ഒരു തമാശയായിട്ട് ഒന്ന് ആക്കി ചോദിച്ചതാണോ എന്ന് തോന്നിപ്പോയി. പക്ഷെ അർജുൻ ഗെയിമിന്റെ ഉള്ളിലായിരുന്നു. അവൾ മാക്സിമം പ്രൊവോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത പ്രൊവോക്കിംഗ് ആയിരുന്നു അർജുൻ. അപ്പൊ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇത്ര പാവമാണെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നതെന്ന് അവിടെ അപ്സര ചോദിക്കുന്നുണ്ടായിരുന്നു. അർജുനെ പ്ലീസ് ഡാ എന്ന് അർജുൻ്റെ അടുത്തിരുന്ന് അപ്സര പറയുന്നുണ്ടായിരുന്നു. ഞാൻ നിന്റെ പണി മുഴുവൻ എന്നെടുത്തോളാം, നീ എൻ്റെ അടുത്തൊന്ന് പോവെന്ന് പറഞ്ഞിട്ട് അപ്സര അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. അതുപോലത്തെ പ്രൊവോക്കിംഗ് ആയിരുന്നു അവിടെ. ശ്രീധുവിനെ ഒരു രക്ഷയില്ലാതെ ഏറ്റവും കൂടുതൽ അവിടെ പ്രൊവോക്കിംഗ് നടത്തിയിട്ടുള്ളത് ശ്രീധുവിൻ്റെ അടുത്താണ്. പക്ഷെ ശ്രീധു അവിടെ പിടിച്ചു നിന്നു എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും അർജുൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രതീഷിന് 2 ഡയലോഗ് മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. രതീഷ് വന്നിട്ട് വെറുതെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. അർജുന നീ നോക്കൂല്ലോ അല്ലേ എന്നൊരു 2-3 തവണ വന്നിട്ട് ചോദിച്ചത്. അപ്പൊ അർജുൻ അവിടെ ഞാൻ നോക്കും, ഇത് ഞാൻ നോക്കിക്കോളാം എന്നാണ് അർജുൻ അവിടെ പറഞ്ഞത്. എന്തായാലും സംഭവം നല്ല കോമഡി ആയിരുന്നു, നല്ലൊരു ടാസ്ക് ആയിരുന്നു.